ഹായ് 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 നമ്മുടെ ആനുവൽ എക്സാം അടുത്തിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എക്സാമിന് വേണ്ടി ഞാൻ ലീവ് എടുത്ത് പഠിച്ചോട്ടെ. ലീവ് എടുത്ത് പഠിച്ചാലല്ലേ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക, സ്കൂളിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയമായിരിക്കും പലരും ഇപ്പോൾ. പ്രത്യേകിച്ച് നമ്മളെ ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ ഇപ്പോൾ റിവിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് അവർ ലീവ് എടുത്ത് പഠിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കുകയാണ്. സ്കൂൾ അറ്റൻഡൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾ പല ആൾക്കാരും. അപ്പോൾ ഓര് കാണാനുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഏതെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് അതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനുവരി മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഫെബ്രുവരിയിലും മാർച്ചിലും നമുക്ക് ഒരുപാട് ചാപ്റ്ററുകൾ തീരാനുണ്ട്. പ്രത്യേകിച്ച് എക്സാം അടുത്തിരിക്കുന്ന ഈ സമയം നമ്മൾ ലീവ് എടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷെ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. അതായത് ഈ പാഠങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് മിസ്സാവും. നമ്മൾ സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഓരോ ക്ലാസ്സും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളും ഓരോ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പറഞ്ഞു തരിക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിർബന്ധമായിട്ട് പോവേണ്ട സമയമാണ്. അപ്പോൾ ഈ സമയം ലീവ് എടുത്താൽ നേരെ വിപരീതമായിട്ടായിരിക്കും നിങ്ങൾ എഫക്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് മാർക്ക് നഷ്ടമായിരിക്കും ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സ്കൂൾ നിർബന്ധമായിട്ടും പോവാം കേട്ടോ. കാരണം എക്സാം എടുത്തിരിക്കുന്ന ഈ സമയമാണ് നമ്മൾ സ്കൂളിൽ പോകേണ്ട സമയം. അപ്പോൾ ഈ സമയം ഒരിക്കലും ലീവ് ആക്കാതിരിക്കുക. ഈ സമയം സ്കൂളിൽ കൃത്യമായിട്ട് പോവുക. അതിനുശേഷം നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ടും വീഡിയോസായിട്ടൊക്കെ നിങ്ങൾ എജുപോർട്ടിൻ്റെ ഈ ചാനലിലൂടെ തരുന്നതായിരിക്കും. അപ്പോൾ എജുപോർട്ടിൻ്റെ ചാനലിലെ ലൈവുകളും വീഡിയോസും മിസ്സാക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും എക്സാമിന് മാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എജുപോർട്ടിൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറക്കാതിരിക്കുക കേട്ടോ. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിച്ച് വെക്കാനും ആ കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ആരും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ടും ലൈവുകളായിട്ടൊക്കെ കാണാം. നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ നമ്മൾ എജുപോർട്ട് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയായിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകളും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനും അതിൻ്റെ നോട്ടുകൾ നോക്കി പഠിക്കാനും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഓരോ അപ്ഡേഷൻസും അവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം അറിയിക്കുകയും ചെയ്യും. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജോയിൻ ഫോർ നോട്ട്സ് പറഞ്ഞിട്ട് ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എജുപോർട്ടിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ പാഠങ്ങളുടെ റിവിഷനും അവിടെ നോക്കിയാൽ കിട്ടും. എല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പ് ഇത് ഫ്രീ ആണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊന്നും മിസ്സാക്കരുത് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് ലീവ് എടുക്കാതെ തന്നെ സ്കൂളിൽ പോവുക. നമുക്ക് തന്നെ അടുത്ത വീഡിയോയിലും അതുപോലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലും ലൈവുകളിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.